സുധാകരനെ KPCCയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കാൻ കാത്തിരിക്കുകയായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ അംഗം കുറിക്കാൻ സുധാകരൻ പോയത്. കണ്ണൂരിൽ കിടന്ന് വിയർത്തു കുളിച്ചു സുധാകരൻ. KPCCയുടെ അവലോകന യോഗത്തിൽ കണ്ണൂരിൽ സുധാകരൻ ജയിക്കുക പ്രയാസമാണെന്ന് കണ്ടെത്തി. KPCC അധ്യക്ഷ സ്ഥാനം തിരികെ സുധാകരന് കൊടുക്കാൻ കേരളത്തിലെ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും തയ്യാറായില്ല. സുധാകരന് വേണ്ടി ആരും വാദിച്ചതുമില്ല. സുധാകരൻ ഒഴിഞ്ഞപ്പോൾ, ഇലക്ഷന് പോയപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. MM ഹസനാണ് അധ്യക്ഷനായി എത്തിയത്. വലിയ വാക്കുതർക്കമില്ലാതെ, ഗ്രൂപ്പ് പോരില്ലാതെ ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ നയിക്കാൻ MM ഹസന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ AICCയും ഹൈക്കമാൻഡും അധ്യക്ഷ സ്ഥാനത്തേക്ക് MM ഹസൻ വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു. സുധാകരന് എന്താ പറയുക, കക്ഷത്തിലിരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയായി. കണ്ണൂരിൽ സുധാകരൻ തോക്കുമെന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ KPCC അവലോകന യോഗം തന്നെ വിലയിരുത്തി. സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതോടുകൂടി കോൺഗ്രസ് ശിഥിലമായി മാറിയെന്ന് AI വിഭാഗം നേതാക്കൾ ആരോപിച്ചു. AI വിഭാഗത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ, കൃത്യമായ ചുമതലകൾ ഒന്നും സുധാകരൻ നൽകിയില്ല. സുധാകരനും കുറേ ഏറാൻ മൂളികളും ഭരിക്കുന്ന പ്രസ്ഥാനമായി KPCC മാറി. ഈ സാഹചര്യത്തിലാണ് ലോട്ടറി ടിക്കറ്റ് കിട്ടിയതുപോലെ A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും സുധാകരൻ കണ്ണൂർ സ്ഥാനാർത്ഥിയായിട്ട് പോകുന്ന കാര്യം ലഭിച്ചത്. അതൊരു ലോട്ടറി ടിക്കറ്റായിരുന്നു. തൽക്കാലം കസേര ഒഴിഞ്ഞു പോയ സുധാകരൻ്റെ കസേരയിൽ MM ഹസനെ ഇരുത്തി. MM ഹസനാകട്ടെ ഒഴിഞ്ഞു കൊടുക്കാനൊട്ട് തയ്യാറായതുമില്ല. AICCയും ഹൈക്കമാൻഡും MM ഹസനെ പിന്തുണച്ചു. പക്ഷേ അവസാനം സുധാകരൻ പൂഴിക്കടകൻ തന്നെ എടുത്തു. പൂഴിക്കടകൻ എടുത്തുകൊണ്ട് സുധാകരൻ പറഞ്ഞത് തനിക്ക് അധ്യക്ഷ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ താൻ കോൺഗ്രസ് വിടുമെന്നാണ്. നേരത്തെ തന്നെ സുധാകരൻ BJPയുമായി പലവിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. BJP സുധാകരനെ സ്വീകരിക്കാൻ തയ്യാറുമായിരുന്നു. കാരണം അല്പസ്വല്പം ചട്ടമ്പിത്തനമൊക്കെ ഉള്ള നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരനെ കിട്ടിയാൽ തങ്ങൾക്ക് കണ്ണൂരിൽ നേട്ടമുണ്ടാകും എന്ന് BJP തീരുമാനിക്കുകയും BJPയും സുധാകരനും തമ്മിൽ പലതവണ ചർച്ച നടത്തുകയും ചെയ്തു. പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജന് കാണിച്ച ചിത്രങ്ങൾ, പ്രകാശ് ജാവ്ദേക്കറും ഒത്ത് സുധാകരൻ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അതിന് തെളിവായി മാറി. എന്തായാലും അവസാനം സുധാകരൻ പറഞ്ഞു, അധ്യക്ഷ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ താൻ പാർട്ടി വിടും. സുധാകരൻ ഈ സാഹചര്യത്തിൽ പാർട്ടി വിട്ടാൽ കോൺഗ്രസിൽ അതൊരു വലിയ ആറ്റം ബോംബായി മാറും. കോൺഗ്രസ് ശിഥിലമാകും. ഇതൊക്കെ ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. ഹൈക്കമാൻഡ് AICCയുമായി ചർച്ച നടത്തി. അങ്ങനെ സുധാകരനെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ സുധാകരൻ BJPയിലേക്ക് പോകുമായിരുന്നു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയല്ല പ്രധാനം, തൻ്റെ കൂടെ നിൽക്കുന്ന ഏറാൻ മൂളികളെ സംരക്ഷിക്കുകയാണ് പ്രധാനം. സുധാകരൻ KPCC അധ്യക്ഷനായപ്പോൾ ഒരുപാട് ഡയലോഗുകൾ അടിച്ചു. കോൺഗ്രസിനെ സെമി പാർട്ടിയാക്കി മാറ്റും എന്നൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സുധാകരൻ. പക്ഷേ കോൺഗ്രസ് സെമി കേഡർ പാർട്ടിയുമായില്ല, ഒന്നുമായില്ല. കുറേ ജനക്കൂട്ടം മാത്രമായി മാറി. A ഗ്രൂപ്പ് സുധാകരൻ തിരിച്ചു വരുന്നതിൽ കടുത്ത അമർഷത്തിലാണ്. സുധാകരനെ കൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രയാസമാണെന്ന് A ഗ്രൂപ്പ് നേതാക്കളായ ബെന്നി ബെഹന്നാൻ അടക്കമുള്ളവർ പറയുന്നു. പക്ഷേ സുധാകരൻ ചതിമണത്തു. തന്നെ അവിടെ മത്സരിക്കാൻ പറഞ്ഞയച്ച് അവിടെ തോൽപ്പിച്ച ശേഷം തന്നെ രാഷ്ട്രീയ ഭിക്ഷാം ദേഹിയാക്കി മാറ്റും എന്ന സത്യം സുധാകരൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവസാനത്തെ അമ്പ് സുധാകരൻ എടുത്തത്. കോൺഗ്രസ് വിടും അധ്യക്ഷനാക്കിയില്ലെങ്കിൽ. അതിൽ ഹൈക്കമാൻഡ് വീണു. അങ്ങനെ നാളെ സുധാകരൻ ചുമതലയേൽക്കുകയാണ്. സുധാകരൻ ചുമതല ഏൽക്കുമ്പോൾ A ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. A ഗ്രൂപ്പിനെ സുധാകരൻ ചവിട്ടിമെതിക്കുന്നു, അല്ലെങ്കിൽ അവഗണിക്കുന്നു എന്ന ഒരു ആരോപണം അവർക്കുണ്ട്. I ഗ്രൂപ്പിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന ആരോപണവും ഉണ്ട്. എന്തായാലും സുധാകരൻ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ A ഗ്രൂപ്പിന് അടങ്ങിയിരിക്കില്ല. കാരണം സുധാകരനെ അവർക്ക് ഇഷ്ടമല്ല. തുടർന്നങ്ങോട്ട് ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ നാളുകൾ. അതിൽ എത്ര മാത്രം സുധാകരന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കണ്ടറിയാം.